അതല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്തായി ചോദിക്കുന്നവരോടാണ് കേട്ടാ. ഡെയിലി ചർച്ച നടന്നുകൊണ്ടുണ്ട്. ഇനിയിപ്പോൾ അത് പറയണ്ട, ഇന്ന് ചർച്ചയുണ്ട് നാളെ ചർച്ചയുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ചർച്ച കഴിഞ്ഞിട്ട് എന്തായെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. പിന്നെ എൻ്റെ ചങ്ങായിമാരോടെല്ലാം എനിക്ക് പറയാനുള്ള എന്താണെന്നറിയാം, ഒരുപാട് പേര് ഒരുപാട് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജാണ്, ജോലി ഉണ്ടെങ്കിൽ പറയണം, ഞാൻ ഇന്ന് പഠിച്ചു വന്നതാണ്, ആ ജോലി ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്നതാണ്, ആ ജോലി ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ പറയുന്ന എല്ലാവരോടും പറയാനുള്ള എന്താണെന്നറിയാം, രാജ്യം വിട്ടാൽ നാട് വിട്ട് വന്നാൽ പട്ടിണി അടക്കണമെങ്കിലും പൈസ വേണം അല്ലേ? ഒരാളോട് ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ നിങ്ങളെന്താ വേണ്ടത്? ഏതാ ജോലി, കിട്ടുന്ന ജോലി എടുക്കുക. അതിനൊരു കുറവും വേണ്ട. മാസമാകുമ്പോൾ ശമ്പളം കിട്ടുന്നില്ല, ഏത് പണിയാലും മാസമാകുമ്പോൾ ശമ്പളം കിട്ടണം. കിട്ടുന്ന ജോലി എടുത്തുകൊണ്ട് പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള ജോലിക്ക് നിങ്ങൾ അന്വേഷിക്കുക. കാരണം എന്താണെന്നറിയാം, പുതുതായി വരുന്നവർക്കൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റൂല. അപ്പോൾ എന്താണ്, ഭാഷയൊക്കെ പഠിച്ചൊന്ന് നിങ്ങളെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും കണ്ട് പരിചയപ്പെട്ട് അവരോടൊക്കെ ഒരു പണി ചാൻസ് പറയുമ്പോഴും പരിചയപ്പെടുമ്പോഴൊക്കെയാണ് ജോലി കിട്ടുക. അല്ലാതെ റൂമിലിരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടൂല. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് എവിടെയെങ്കിലും എന്ത് ജോലി കിട്ടിയാലും അതിന് കയറുക, പൈസ ഉണ്ടാക്കുക. കാരണം റൂമിന് വാടക കൊടുക്കണ്ടേ, ചിലവ് കഴിയണ്ടേ, അതുപോലെ തന്നെ റീചാർജ് ചെയ്യണ്ടേ. ഇന്ന് നെറ്റില്ലാതെ ഒന്നും നടക്കൂല. വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈൻ്റെ പൈസ കൊടുക്കണ്ടേ. അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ വേണ്ടത്, മറ്റുള്ളവരെ കൂടെ നമ്മൾ കൊണ്ടുവന്നവരാ, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ബുദ്ധിമുട്ടാക്കാതെ, എല്ലാവരോടാന്ന് പറയുന്നത് കേട്ടോ, കൂടെ ഇല്ലവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്. കാരണം അവർ ഇവനൊന്ന് പോയിനെങ്കിൽ ഓനെയും കൂടി നോക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നില്ലേന്ന്. കാരണം പ്രവാസ ലോകത്ത് നിന്നല്ല, നാട് വിട്ട് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വരുന്നവരാണ്. അത് ഏത് നാട്ടിലായാലും നമ്മൾ സ്വന്തം നാട് വിട്ടാൽ പൈസ ഉണ്ടാക്കാൻ വരുന്നവർ. അപ്പോൾ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കൂട്ടുകാരന്മാരായ അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്കൊരു ഭാരമാവരുത്. അപ്പോൾ എല്ലാവരും എന്തൊക്കെ കിട്ടുന്ന ജോലി എടുക്കുക, ഹാപ്പി ആകുക, അടിച്ചു പൊളിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക. ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസ ലോകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭക്ഷണത്തിനൊന്നും ഒരു മോശം ഉണ്ടാവില്ല കേട്ടോ. നാട്ടിൽ അരക്കോയി ഒരു ഫാമിലി കഴിക്കുന്നതാണെങ്കിൽ ഇവിടെ അരക്കോയി സ്വന്തം കഴിക്കും. അപ്പോൾ എന്താ വേണ്ടത്, ആരും ബുദ്ധിമുട്ടാക്കാതെ നല്ല നിലയിൽ കിട്ടുന്ന ജോലിയെടുത്ത് സമ്പാദിക്കുക. കിട്ടുന്നത് അടിച്ചു ജോലിയെടുത്ത് മാസമാകുമ്പോൾ ശമ്പളം വാങ്ങുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ കഴിക്കാൻ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.